നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിൽ 250-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത കവിയും ചലച്ചിത്ര നടനും തിരക്കഥാകൃത്തുമൊക്കെയായ ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ കുറിച്ചിട്ടാണ്. കവിതയുടെ മേഖലയിൽ പ്രാവീണ്യം നേടിയ സ്നേഹധനനായ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്തത് രണ്ട് തവണയാണ്. ആ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ചും ഞങ്ങൾ സംസാരിച്ചതിനെക്കുറിച്ചുമൊക്കെ വിശദമായ കാര്യങ്ങൾ എൻ്റെ ഈ എപ്പിസോഡിൽ പറയുന്നുണ്ട്. നിങ്ങൾ കാണുമല്ലോ. പ്രത്യേകിച്ച് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് ചിദംബര സ്മരണകൾ എന്ന പുസ്തകത്തെക്കുറിച്ചിട്ടാണ്. ഇന്നും വളരെ മികവുറ്റ ഒരു പ്രതിപാദ്യ ശൈലി ഉൾക്കൊള്ളിച്ച ഒരു ഗ്രന്ഥം. നിരവധി കവിതകൾ, അതിൽ ഭാവനയുടെ ചിറക് വിടർത്തി പറന്നുപോകുന്ന പക്ഷിക്കൂട്ടങ്ങളെപ്പോലെ ചാരുതയും മനോഹാരിതയും ആർന്ന കവിതകൾ. അഭിനയ മേഖലയിലാണെങ്കിലും എനിക്കേറെ ഇഷ്ടം അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലാണ്, പ്രത്യേകിച്ച് കവിതകൾ. നല്ല രചനാ വൈഭവമുള്ള, നല്ല അനുഭവ സമ്പത്തുള്ള കവിതകൾ. രാജ്യാന്തര തലത്തിലും പുറത്തുമൊക്കെ നല്ല ആരാധകരുള്ള, കവിതയായി കാണാനും ജീവിതത്തെ മാറ്റിമറിക്കാൻ ഉതകുന്ന ചിന്തകളും ഒക്കെയുള്ള അദ്ദേഹത്തെ ഞാൻ കാണുന്നതും സംസാരിക്കുന്നതും ഒരു പകലിൽ 1-2 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ വീടിൻ്റെ മുന്നിലൂടെ അദ്ദേഹം നടന്നു പോവുകയാണ്. മറ്റാരും അദ്ദേഹത്തെ ശ്രദ്ധിക്കപ്പെടുന്നില്ല. ഒരു ചിത്രത്തിൻ്റെ ചിത്രീകരണത്തിനായി വന്നപ്പോൾ വെറുതെ ഒരു നടത്തം. എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടിയപ്പോഴത്തേക്കും അദ്ദേഹം വളരെ ഏറെ ദൂരം മുന്നിട്ടിരുന്നു. അവിടെ ചെന്ന് കണ്ടാണ് ഞാൻ അദ്ദേഹവുമായി ഒരു അരമണിക്കൂറോളം സംസാരിക്കുന്നത്. അതേക്കുറിച്ചെല്ലാം